സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു സൈക്കിൾ യാത്രയുടെ ആനിമേഷൻ ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കുക. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള road.sifz എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ തുറക്കുക. സൈക്കിൾ യാത്രയുടെ ചിത്രത്തിനായി ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ cycle.png എന്ന ചിത്രം ഉപയോഗിക്കുക. സൈക്കിൾ യാത്രയുടെ ചിത്രം ക്യാൻവാസിൻ്റെ വലതു ഭാഗത്ത് ക്രമീകരിക്കുക. തുടർന്ന് റോഡിലൂടെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചിത്രത്തിൻ്റെ വലിപ്പം ചെറുതാകുന്ന രീതിയിൽ ആനിമേഷൻ നൽകി പ്രവർത്തിപ്പിക്കുക. ഈ ആനിമേഷൻ FLV ഫോമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ക്രിയേറ്റ് an animation of a bicycle ride using the Synfig Studio software as per the instructions given below. Open the file road.sifz given in the exam10 folder in home. Use the image cycle.png given in the image10 folder in home. Arrange the image of the bicycle rider in the canvas as in the model. Then animate the image so that its size gets smaller as it moves away. Render this animation in FLV format and save it to the exam10 folder in home with your register number question number as the file name. സിൻഫിക് സ്റ്റുഡിയോ തുറക്കുന്നു. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, സിൻഫിക് സ്റ്റുഡിയോ. ഇനി നമുക്ക് പറഞ്ഞ ഫയലുകൾ തുറക്കാം. സിൻഫിക് സ്റ്റുഡിയോയിൽ ചെയ്ത് സേവ് ചെയ്ത ഫയൽ തന്നെയാണ് തുറക്കേണ്ടത്. അതുകൊണ്ട് ഫയൽ ഓപ്പൺ വഴി നമുക്ക് തുറക്കാം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സിലാണ് ഫയലുള്ളത്. ഇതാണ് തുറക്കേണ്ട ഫയൽ. അത് സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ആ ഫയൽ തുറക്കുന്നു. ഇനി തുറക്കേണ്ടത് സൈക്കിളിൻ്റെ PNG ചിത്രമാണ്. അത് ഇമ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമേജസ് 10ൽ cycle.png എന്ന ചിത്രം സെലക്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. സൈക്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വലിപ്പം ഒന്ന് ക്രമീകരിക്കുകയാണ്. അതിനുശേഷം സൈക്കിളിനെ വേണ്ട ഭാഗത്തേക്ക് നീക്കി വെക്കുന്നു. ഇനി ആനിമേഷൻ തുടങ്ങുന്നതിന് വേണ്ടി ആനിമേറ്റ് എഡിറ്റ് മോഡ് ഓണാക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് ഓണാക്കി. അവസാനത്തെ ഫ്രെയിമിലേക്ക് പോകുവാൻ വേണ്ടി 120 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീയിൽ അമർത്തുന്നു. 120ാമത്തെ ഫ്രെയിമിൽ സൈക്കിൾ യാത്രക്കാരൻ്റെ സ്ഥാനം മാറ്റുന്നു. ഇനി ഇത് കുറച്ച് ചെറുതാക്കുക കൂടി വേണം. അതിനെ ഇങ്ങനെ ചെറുതാക്കുന്നു. സ്ഥാനം ഒന്നുകൂടി ക്രമീകരിക്കുന്നു. ആനിമേഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ കാണുന്നു. സൈക്കിൾ യാത്രക്കാരൻ റോഡിലൂടെ പോകുന്നതിൻ്റെ ആനിമേഷൻ ചെയ്തു കഴിഞ്ഞു. ഇത് FLV ഫോമാറ്റിൽ വീഡിയോ ആയിട്ട് റെൻഡർ ചെയ്യുവാനാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ചൂസ് എന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ exam10ലാണ് സേവ് ചെയ്യേണ്ടത്. PNG നമുക്ക് വേണ്ട, അതുകൊണ്ട് ഇത് മുഴുവൻ മായ്ച്ചു കളയുന്നു. രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ എന്ന് ഫയൽ നാമം നൽകുന്നു. ടൈപ്പ് ചെയ്തു. ഇനി .FLV എന്ന് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇവിടെ OK എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ റെൻഡർ എന്ന ഭാഗത്ത് കൂടി ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ റെൻഡർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. റെൻഡറിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞു. നമുക്ക് ഫയൽ പരിശോധിക്കാം. ഹോമിലെ exam10 തുറക്കുന്നു. ഇതിൽ നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇതാണ്. FLV ഫോമാറ്റിലുള്ള വീഡിയോ. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. FLV ഫോമാറ്റിലുള്ള നമ്മളുടെ വീഡിയോ ഇതുപോലെ റെഡിയായി കഴിഞ്ഞു.